ഭാരത വംശജയല്ല, എന്നാൽ അമേരിക്കൻ വംശജയായ ഹിന്ദു വിശ്വാസി. അത് തുറന്നു പറയാൻ അപാര ചങ്കൂറ്റവും. ഒപ്പം ഡെമോക്രാറ്റുകളുടെ ഇസ്ലാമിക ഭീകരത ഇവിടെ ചിലവാകില്ല എന്ന് തുറന്നടിച്ചു. അസദിനോടോ ഗദ്ദാഫിയോടോ ഒരു പ്രീതിയുമില്ല എന്ന് തുറന്നടിച്ചു. ആ നിലപാടുകൾ തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും പ്രിയങ്കരിയായി തുളസി ഗബാർഡ് മാറാനുള്ള കാരണവും. ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തിനുമെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് സെനറ്റ് കമ്മിറ്റിക്ക് മുൻപിൽ പറയാൻ തുളസി ഗബാർഡ് മടിച്ചില്ല. ഹിന്ദുക്കൾക്കെതിരെ മതാന്ധത വളർത്താനാണ് ഡെമോക്രാറ്റിക് പാർട്ടി ശ്രമിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാനും ഒരു മടിയും ഉണ്ടായില്ല. ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ്, ഒരു ഗുരു, ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ പാവ എന്നാണ് DNA നാമനിർദ്ദേശത്തെ എതിർക്കാൻ ചില വിമർശകർ കണ്ടെത്തിയത്. എന്നാൽ തുളസിയുടെ മറുപടി വ്യക്തവും ശക്തവുമായിരുന്നു. ഒരാൾ 5 പേരുടെ പാവ ആയിരിക്കുന്നത് എങ്ങനെയെന്നാണ് അവർ ചോദിച്ചത്. ദൈവത്തോടും സ്വന്തം മനസാക്ഷിയോടും US ഭരണഘടനയോടും അല്ലാതെ മറ്റൊന്നിനോടും തനിക്ക് വിധേയത്വമില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ താനൊരു ഹിന്ദുവാണ് എന്ന് തുറന്നു പറയാൻ മടിക്കുന്നവർ ധാരാളമുണ്ട്. അവർ മാതൃകയാക്കേണ്ട ചങ്കൂറ്റമാണ് തുളസി ഗബാർഡിൻ്റെത്. ഡെമോക്രാറ്റുകൾ വീണ്ടും മതഭ്രാന്തിന്റെ കാർഡ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇത്തവണ ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തിനുമെതിരെ മതഭ്രാന്ത് വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആർക്കെങ്കിലും ഹിന്ദുമതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സന്ദർശിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പങ്കുവയ്ക്കും. മുൻ അമേരിക്കൻ കോൺഗ്രസ് അംഗവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി നോമിനേറ്റ് ചെയ്ത വ്യക്തിയുമാണ് തുളസി ഗബാർഡ്. അമേരിക്കൻ വംശജയായ ഹിന്ദുമത വിശ്വാസിയാണ് തുളസി ഗബാർഡ്. താനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് തുറന്നു പറയാൻ അവർ അസാമാന്യ ചങ്കൂറ്റമാണ് കാണിച്ചത്. US പ്രസിഡന്റിന്റെ നിയമനം സംബന്ധിച്ച് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി സ്ഥിരീകരണ ഹിയറിംഗിൽ പങ്കെടുക്കുമ്പോഴാണ് തന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തവർക്ക് തുളസി ഗബാർഡ് ശക്തമായ മറുപടി നൽകിയത്. തുളസി ഗബാർഡിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ട്രംപ് നോമിനേറ്റ് ചെയ്തത് പല സെനറ്റർമാരെയും ചൊടിപ്പിച്ച ഒരു വിഷയമാണ്. പ്രധാനമായും ഡെമോക്രാറ്റുകളാണ് തുളസി ഗബാർഡിനെതിരെ രംഗത്ത് വന്നത്. അവരെ അലട്ടിയത് അവർ ഒരു ഹിന്ദു വിശ്വാസിയാണ് എന്നതാണ്. ഇക്കാരണം കൊണ്ടാണ് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി സ്ഥിരീകരണ ഹിയറിംഗിൽ തുളസിയെ മതത്തിന്റെ പേരിൽ തകർക്കാം എന്ന് കണക്ക് കൂട്ടിയത്. സാധാരണഗതിയിൽ മതവിശ്വാസം ഇത്തരം കാര്യങ്ങളിൽ ഘടകമാവാറില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 6 പറയുന്നത് പൊതുപദവിയിൽ എത്തുന്നവരുടെ മതം നോക്കരുത് എന്നാണ്. ഇക്കാര്യവും അവർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മനഃപൂർവ്വം മതവിശ്വാസം എടുത്തിട്ട് തുളസിയുടെ നിയമനം അട്ടിമറിക്കാനാണ് സെനറ്റർമാർ ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ ഡീപ് സ്റ്റേറ്റും കാര്യമായ ഗൂഢാലോചനകളുമായി ഉണ്ടായിരുന്നു. അവരുടെ നീക്കങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കി. ഇവരെ അവഹേളിക്കാനും ചോദ്യം ചെയ്യാനും വന്നവരോട് ആത്മാഭിമാനത്തോടെ താനൊരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതോടെയാണ് ഇവരുടെയൊക്കെ നീക്കങ്ങളെ ഇല്ലാതാക്കാൻ സാധിച്ചത്. എതിരായ നീക്കങ്ങളെയൊക്കെ വളരെ ചങ്കൂറ്റത്തോടെ നേരിട്ട് അഗ്നിശോഭയോടെയാണ് തുളസി ഗബാർഡ് തിളങ്ങിയത് എന്നാണ് വിലയിരുത്തലുകൾ. ഭാരത വംശജരായ ഒരുപാട് ഹിന്ദു വിശ്വാസികൾ US-ലുണ്ട്, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉന്നത പദവികളിലുണ്ട്. നമുക്കറിയാം, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് അദ്ദേഹം ഭാരത വംശജനായ ഹിന്ദു വിശ്വാസിയാണ്. അതുപോലെ തന്നെ FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച കശ്യപ് പട്ടേൽ അദ്ദേഹവും അങ്ങനെയാണ്. സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി സ്ഥിരീകരിക്കുന്ന ഹിയറിംഗിൽ ജയ് ശ്രീകൃഷ്ണ എന്ന അഭിവാദ്യം ചെയ്യുകയും വാദം കേൾക്കുന്നതിന് മുൻപ് ഭാരതീയ സംസ്കാരത്തെ അനുവർത്തിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി ഒക്കെ ഏറെ ശ്രദ്ധ പറ്റിയ വ്യക്തിയാണ്. എന്നാൽ തുളസി ഗബാർഡിന്റെ കാര്യം പറയുമ്പോൾ അവർ ഭാരത വംശജയല്ല, അമേരിക്കൻ വംശജയായ ഹിന്ദു വിശ്വാസിയാണ്. അതാണ് അവരെ വ്യത്യസ്തയാക്കുന്നത്. അസദിനോടോ ഗദ്ദാഫിയോടോ ഏതെങ്കിലും സ്വേച്ഛാധിപതിയോടോ തനിക്ക് ഒരിക്കലും സ്നേഹമില്ല എന്നും താൻ അൽ ഖ്വയ്ദയെ വെറുക്കുന്നു എന്നും വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ വ്യക്തിയാണ് തുളസി. അതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾക്ക് ഇസ്ലാമിക ഭീകരതയോടുള്ള സ്നേഹത്തെക്കുറിച്ച് തുറന്നടിച്ചു. ഇസ്ലാമിക ഭീകരവാദികളോട് അടുപ്പം പുലർത്തുന്നവർ, ഭീകരരെ വിമതർ എന്ന് വിളിക്കുന്ന നേതാക്കളെ വെറുക്കുന്നു എന്ന് പറഞ്ഞതും ഡെമോക്രാറ്റുകൾക്ക് ഏറ്റ ഒരു വലിയ പ്രഹരമായി. 1981 ഏപ്രിൽ 12 അമേരിക്കയിലെ സമോവയിൽ മൈക്ക് ഗബാർഡിന്റെയും കരോലിനി പോർട്ടറുടെയും 5 മക്കളിൽ 4ാമത്തേതായാണ് തുളസിയുടെ ജനനം. അച്ഛൻ മൈക്ക് ഗബാർഡ് അമേരിക്കൻ സമോവ സ്വദേശിയാണ്. അമ്മ കരോൾ ഇന്ത്യാനയിൽ ജനിച്ച് മിഷിഗണിലാണ് വളർന്നത്. 1983 തുളസിക്ക് 3 വയസ്സുള്ളപ്പോൾ കുടുംബം ഹവായിലേക്ക് കുടിയേറുന്നു. അച്ഛൻ മൈക്ക് ഗബാർഡ് ഒരു സമോവൻ യൂറോപ്യൻ പാരമ്പര്യത്തിൽപ്പെട്ട കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അമ്മ കരോൾ ഹിന്ദുമതത്തിൽ ചേരുകയും ചെയ്തു. ഭഗവത്ഗീതയിലും പുരാണങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മയിലൂടെയാണ് അവർ ഒരു ഹിന്ദുമത വിശ്വാസിയായി വളർന്നത്. ജയ്, ഭക്തി, ആര്യൻ എന്നിവർ സഹോദരന്മാരും വൃന്ദാവൻ സഹോദരിയുമാണ്. അവരുടെ പേരുകളിൽ തന്നെ ഹിന്ദുത്വം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ഹവാർ പസഫിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2009 MBA ബിരുദം നേടി. 2003 ഹവായ് ആർമി നാഷണൽ ഗാർഡ് സൈനിക സേവനത്തിനായി ചേർന്നു. 2004-2005 കാലഘട്ടത്തിൽ ഇറാഖിൽ പ്രവർത്തിച്ചു. ഇറാഖിൽ യുദ്ധരംഗത്ത് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തന്റെ മനസ്സിന് ശക്തി പകർന്നത് ഭഗവത്ഗീതയാണ് എന്ന് തുളസി പറഞ്ഞിട്ടുണ്ട്. ഹവായിലെ 2ാം ഡിസ്ട്രിക്റ്റിൽ നിന്നും
ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് പ്രതിനിധിയായിട്ടാണ് 4 തവണ US കോൺഗ്രസ് അംഗമായത്. US ജനപ്രതിനിധി സഭയിൽ ആദ്യമായി ഭഗവത്ഗീത തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സിറ്റി കൗൺസിൽ പ്രതിനിധിയായിരുന്ന തുളസി 21-ാം വയസ്സിലാണ് സ്റ്റേറ്റ് കൗൺസിൽ അംഗമാകുന്നത്. ആർമി റിസർവിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ എത്തിയിരുന്നു. 2023 ഒക്ടോബറിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ശരിക്കും യുദ്ധക്കൊതിയന്മാരായ ചെകുത്താന്മാരുടെ പാർട്ടി എന്നാണ് തുൾസിയുടെ അഭിപ്രായം. ജോ ബൈഡനെ ഹിറ്റ്ലറോട് അവർ ഉപമിക്കുകയും ചെയ്തു. 2024 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്നു. ഇങ്ങനെയാണ് ട്രംപിന്റെ വിശ്വസ്തയാകുന്നത്. അമേരിക്കൻ സന്ദർശന വേളയിൽ മോദിക്ക് തുൾസി ഭഗവത്ഗീത സമ്മാനിച്ചിരുന്നു. സിനിമാറ്റോഗ്രാഫർ എബ്രഹാം വില്യംസ് ആണ് ഭർത്താവ്. വൈഷ്ണവ ഹിന്ദുവാണ്, തികഞ്ഞ വൈഷ്ണവ ഹിന്ദുവാണ്. ഗീത ചൊല്ലുന്നതിലും കീർത്തനങ്ങൾ ആലപിക്കുന്നതിലും തുൾസി ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു. പലപ്പോഴും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വിദേശീയരായ ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽപ്പെട്ടവരൊക്കെ ഭാരത വംശജരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭാരതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, വേരുകൾ ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ലാതെ ഹിന്ദുമതത്തെ അത്രത്തോളം മനസ്സിൽ ഏറ്റുകയും അതുപോലെ ഹിന്ദുമതത്തിന് വേണ്ടി വാദിക്കുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന തുൾസി ഗബ്ബാർഡ് വ്യത്യസ്തയാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.